ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് ബെഡ്ഷീറ്റ് ഞാൻ താമസിച്ചാട്ടോ എല്ലാം കൊട്ടി കുടഞ്ഞ് മടക്കി വെച്ചത്. കാര്യം ഇന്നലെ ലേറ്റായിട്ട് 2 മണി 3 മണി ആവാറായി വന്നപ്പോൾ കിടന്നുറങ്ങി 9 മണിയായപ്പോഴാണ് എണീറ്റത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിതൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിച്ച് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലാട്ടോ, നല്ല അത്യാവശ്യം വെയിലുണ്ട്. നേരം വെളുത്ത് സമയം 9 മണിയായി. അപ്പോഴത്തേക്ക് നല്ല വെയിൽ. ഞാൻ അലക്കിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മുറ്റമൊക്കെ കഴുകി വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അതൊക്കെ. പിന്നെ ഞാൻ ഓർത്തു നിങ്ങളെക്കടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. വേറെ പിന്നെ നമുക്ക് ഇടിയപ്പമാണ്. ഞാനപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നുണ്ട്, നമുക്ക് അരി ഇടാം. പിന്നെ നമ്മൾ ടേബിളൊക്കെ തുടച്ച് കുടിക്കാനുള്ള വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാങ്ങിയ റൈസ് കുക്കറിലേക്ക് വെക്കാം. നമുക്കിന്ന് എന്താ കറി വെക്കണമെന്ന് വ്യക്തമായൊരു തീരുമാനം ഇല്ല. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. ഒരേമ്പക്കം പോയി. ഇന്ന് നമുക്ക് എന്ത് വയ്ക്കും കറി എന്ന് ചോദിച്ചാൽ തക്കാളി വെച്ചാലോ? തക്കാളിയും ചെമ്മീനും കറി വയ്ക്കാം അല്ലേ? അപ്പോൾ ഞാനൊന്ന് എടുക്കട്ടെ. നമുക്ക് 2 ദിവസം കറണ്ട് ഇല്ലാത്ത കാരണം തേങ്ങ അരച്ചുള്ള കറികളൊക്കെ കുറവായിരുന്നു. പിന്നെ തേങ്ങ അരച്ച് കറി വയ്ക്കാം. തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തോരനായിട്ട് ബീട്രൂട്ട് തോരൻ വയ്ക്കാം. ഇത് റെഡിയാക്കി എടുക്കണം. ഇനി ഇതൊന്നും വെക്കണമെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ലോങ് വീഡിയോ ആയിപ്പോൾ ഒരുപാട് ലെന്തായിപ്പോൾ. അപ്പോൾ ഞാൻ തന്നെ ഇന്ന് റൈസ് കുക്കറിലേക്ക് വാങ്ങി വെക്കട്ടെ. അരി വാങ്ങി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവട്ടെ. കുറച്ച് കടിഞ്ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് രാവിലെ കടിഞ്ചായയാണ്, പാൽച്ചായ വേണ്ട. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. 2 തരി ഏലക്കയും ചതച്ചിട്ടിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ കടിഞ്ചായ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊന്ന് അടിച്ചു വരണം, കുളിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇനി കറിയൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. ഞാൻ സോപ്പ് വെച്ചേക്കണ ബുദ്ധി കണ്ട, ഇത് ഇങ്ങനെ ആകുമ്പോൾ അലന്ന് പോകില്ല കേട്ടോ പെട്ടെന്ന്. സോപ്പ് വാഷ് ബേസിൻ ഓർണം കഴുകി ക്ലീൻ ആയിട്ട് വാഷ് ബേസിൻ കഴുകി ക്ലീൻ ആയിട്ട് അത്യാവശ്യം ഇതിനകത്ത് അഴുക്കുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം കറണ്ടില്ലാതെ വന്നപ്പോൾ ചുമ്മാ വെള്ളമൊഴിച്ച് വിടുക. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. രണ്ടാമത്തെ വാഷ് ബേസിനും കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാത്റൂമൊക്കെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഈ ബാത്റൂം കഴുകി ഒന്ന് ക്ലീനാക്കി ഞാൻ കുളിച്ചിറങ്ങി വരട്ടെ. രണ്ടാമത്തെ ബാത്റൂമും കഴുകി കുളിച്ചിറങ്ങി വന്നു. ഇനി നമുക്ക് അടുക്കളയിലുള്ള പണികളാണ്, അതായത് കറി വെക്കണം. അപ്പോൾ എനിക്ക് കുളിച്ച് വന്നാൽ എനിക്ക് ഇച്ചിരി സ്പ്രേ ഇതൊന്ന് അടിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമായിട്ടാ. ബഡ്സ് എടുക്കുക ചെവിയിൽ. പിന്നെ എന്നാ കുറച്ച് സ്പ്രേ അടിക്കുക, അതൊക്കെ ഒരു നിർബന്ധം ഉള്ള കാര്യം. ഇല്ലെങ്കിലില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലെ പണികൾ ഇനിയൊന്ന് ചെയ്യാം. അടുക്കളയിലെ പണികൾ ചെയ്യണതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. ഇനി അടുക്കളയിലെ പണി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കണം, തോരൻ ഉണ്ടാക്കണം. ഇത്രയും പണി ഇരിപ്പുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിത് എല്ലാം ഉണ്ടാക്കണ കാണിച്ചാൽ ഞാൻ ഒരുപാട് ലെങ്തായി പോവും, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടുപോകും. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള കറി റെഡിയായി. തക്കാളിയും ചെമ്മീനും വെച്ചതും തോരനും റെഡി ആയിട്ടുണ്ട്. അടുക്കളയൊക്കെ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു. ഇനി നിസ്കരിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.